ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് സ്റ്റേബിൾ ഡിഫ്യൂഷൻ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ആൻഡ് സ്റ്റേബിൾ ഡിഫ്യൂഷനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ, സ്റ്റേബിൾ ഡിഫ്യൂഷൻ ടെക്സ്റ്റ് ടു ഇമേജ് ആൻഡ് ഇമേജ് ടു ഇമേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു ടൂളാണ്, AI ടൂളാണ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വീഡിയോ കാണാനും ഈ സംഭവം ഡൗൺലോഡ് ചെയ്യാനും ഒരാൾ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ കമ്പ്യൂട്ടർ എങ്ങാനും അടിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയായിരിക്കത്തില്ല ഗൈസ്. ഓക്കെ, ബിക്കോസ് ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 6 GB ഗ്രാഫിക്സ് കാർഡ് വേണം. ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ ഒരു 8 GB റാമെങ്കിലും മിനിമം വേണ്ടി വരും. കാരണം ഇത് നല്ല പ്രോസസ്സിങ് എടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിലാണ് ഇത് റൺ ചെയ്യുന്നത്, ഒരു സെർവറിലല്ല. സോ നമ്മുടെ കമ്പ്യൂട്ടർ അത്യാവശ്യം പവർഫുള്ളായ ഒരു കമ്പ്യൂട്ടറാണെങ്കിൽ മാത്രമാണ് റൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 4 GB ഗ്രാഫിക്സ് കാർഡിലും 6 GB റാമിലും ഇത് സപ്പോർട്ടാവും, ബട്ട് ഇറ്റ് മേ ലാഗ്സ്. ഓക്കെ, അത്രേ ഉള്ളൂ. ദെൻ നമുക്കിനി ഇൻസ്റ്റാളിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിലോടത്ത് ഫയൽസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പോയി ഡൗൺലോഡ് ചെയ്യാം. ഏകദേശം ഒരു 6 GB വരും. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ സംഭവം. ദെൻ ഇവിടെ വേർഷൻ 1.4 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് നമ്മുടെ GFA ആണ്, അങ്ങനെ ഒരു സംഭവമാണ്. അതായത് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ ജനറേറ്റ് ചെയ്യുന്ന ഇമേജസിൻ്റെ മുഖത്തിൻ്റെ ക്ലാരിറ്റി കൂട്ടാനാണ്. സോ അതിൻ്റെ 1.4ഉം 1.3ഉം ഡൗൺലോഡ് ചെയ്യാം. ദെൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റേബിൾ ഡിഫ്യൂഷൻ്റെ ഒരു മോഡൽ ഫയൽ കയറ്റണം. അതായത് ആ ലിങ്ക് കൊടുത്തിരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ നോക്കി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു സംഭവത്തിന് അത്യാവശ്യം 4 GB സൈസ് വരുന്നുണ്ട്. ആൻഡ് ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് മെയിൻലി വർക്കാവില്ല. സോ ഈ സംഭവങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലാപ്പിലത്തെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലത്തെ ഒരു 10 അല്ലെങ്കിൽ 50 GB തീരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ നോക്കിയിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞ ആരും റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പൈത്തൺ ആവശ്യമുണ്ട്. പൈത്തൺ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ദെൻ ഇത് വേണമെങ്കിൽ ഏറ്റവും മതി. ഓക്കെ, Notepad++ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ ഫയൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ഡൗൺലോഡ് ചെയ്യുക. എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ വേറെ വഴിയില്ല. ദെൻ ഗിറ്റും കൂടി വേണമെങ്കിൽ ഒന്ന് കയറ്റി വെച്ചോ. ഗിറ്റ് ഡൗൺലോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗിറ്റ് ആവശ്യം വരും ചിലപ്പോൾ. കാരണം അതൊക്കെ ഞാൻ വേണമെങ്കിൽ കയറ്റിയാൽ മതി എന്ന് പറയുള്ളൂ. മേ ബി അതൊക്കെ എക്സ്റ്റൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആവശ്യം വരും. ഓക്കെ, നമുക്കിനി മെയിലിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആയതിന് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഫയലുകളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. ഈ ഫയലുകളും പിന്നെ Notepad++ഉം പൈത്തണും അതുപോലെ തന്നെ ഗിറ്റും കൂടി ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. ഗിറ്റ് ഞാൻ കാട്ടിയിട്ടില്ല, ബട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കാം. ദെൻ നമുക്കിവിടെ ഒരു ഫോൾഡറിൽ വന്നിട്ട് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്ടെവർ പേര് നിങ്ങൾക്ക് ഇടാം. ഓക്കെ, ഞാനിവിടെ സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്ന് ജസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ഡൂയിങ് ദിസ്, ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി മെയിൻ ഇൻസ്റ്റാളേഷനിലോട്ട് കിടക്കാം. ഓക്കെ, അതായത് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫോൾഡറിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ രണ്ടും അപ്പുറത്തായിട്ട് വയ്ക്കുന്നത് സ്റ്റേബിൾ ഡിഫ്യൂഷൻ്റെ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. വെബ് യു ഐ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലുള്ള ഫയലൊക്കെ Ctrl+A അടിച്ചിട്ട് കോപ്പി ചെയ്യുക. ഓക്കെ, Ctrl+C കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇതിൽ കൊണ്ടിടുക. ഓക്കെ, വലിച്ചിടുകയെന്നെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ആ ഫോൾഡറിൻ്റെ അകത്ത് വന്ന് പേസ്റ്റ് ചെയ്യിക്കുക. ഓക്കെ, പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള 3 ഫയലും കണ്ടില്ലേ. ഓക്കെ, ബാക്ക് അടിക്കാം. ഓക്കെ, ഈ 2 ഫയലുണ്ടല്ലോ, ഇത് രണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കോപ്പി ചെയ്തിടാം. ഓക്കെ, അല്ലെങ്കിൽ വലിച്ച് ഡ്രാഗ് ചെയ്തിടാനും പറ്റും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറാണ്ട് നോക്കിക്കോളൂ. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഒരു ഫോൾഡറും കൂടി ഉണ്ട്. ഓക്കെ, ഈ 2 ഓക്കെ, ഈ 2 കൂടി ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അവർ ഫൈനൽ ഫോൾഡർ ഇതാണ് മെയിൻ ഫോൾഡർ. ഇതും കൂടി ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടാം. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ചെയ്യാണ്ട് അതിൻ്റെ നെയിം ഒന്ന് മോഡൽസ് എന്നാക്കണം. അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒറ്റ പരിപാടിയില്ല. അതായത് ആ വെബ് യു ഐ എന്ന് പറഞ്ഞൊരു ബാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിൻഡോസ് ബാച്ച് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. ഇത് വേണമെങ്കിൽ മോഡൽസ് എന്ന് നിങ്ങൾക്ക് പേര് മാറ്റാം. ഓക്കെ, ദെൻ ഇവിടെ വെബ് യു ഐ ഉണ്ടോ. ഓക്കെ, ഇത് ക്രോസ് ചെയ്ത് കളയാം. ആൻഡ് നമുക്ക് ആദ്യം തൊട്ടൊക്കെ എടുക്കാം അല്ലേ. നമ്മുടെ ഫോൾഡറിൽ പോയിട്ട് ആൻഡ് സ്റ്റേബിൾ ഡിഫ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വെബ് യു ഐ എന്ന് പറഞ്ഞൊരു ഈ ഒരു ഫയലുണ്ട് കേട്ടോ. വിൻഡോസ് ബാച്ച് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, റൺ ചെയ്യുക.
ആൻഡ് ബൂം നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ തുടങ്ങുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് മേ ടേക്ക് എ വൈൽ, കാരണം ഒരു ഡൗൺലോഡും കൂടി വരും. ഒരു 3 GB 4 GB സംതിങ് മേ ബി വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻസ്റ്റാളേഷൻ ഓൺലി ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, ആൻഡ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ദെൻ നമുക്കിതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ആ വെബ് UI ആ ഫയലുണ്ടല്ലോ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മേ ബി എറേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലോസ് ചെയ്യാണിത്. ദെൻ നമ്മൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പേര് മാറ്റി വെച്ച models.cpk അങ്ങനെ ഒരു ഫയലുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് മോഡൽസിൻ്റെ അകത്ത് പോയിട്ട് സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ് UI ഫയലൊന്നുകൂടെ റൺ ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്ക് സ്ക്രീൻ ആണോ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മേ ബി നിങ്ങൾക്ക് ബ്ലാക്ക് സ്ക്രീൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഞാനിവിടെ കറൻറ്റ്ലി റൺ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് ബ്ലാക്ക് സ്ക്രീൻ എറർ വന്നു. ഓക്കെ, ഞാൻ കാട്ടിത്തരാം. ആൻഡ് ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് അടിച്ച് റൺ ചെയ്യണത് കണ്ടില്ലേ, ഇതുപോലെ ബ്ലാക്ക് സ്ക്രീനോ ക്ലീൻ സ്ക്രീനോ അങ്ങനെ വല്ലതും വരാണെങ്കിൽ ഇത് നേരെ എഡിറ്റ് വിത്ത് നോട്ട് പാഡ് എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നൊരു കമാൻഡ് ഉണ്ട്. ഓക്കെ, പ്രഷ്യസ് ഫുൾ നോ ഹാഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമാൻഡ് കൊടുക്കുക. ദെൻ അത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ക്രോസ് അടിക്കാം, എന്നിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ആ വെബ് UI ഫയൽ റൺ ചെയ്ത് കഴിയുമ്പോൾ കമാൻഡ് പ്രോംപ്റ്റിൽ ഒരു ലിങ്ക് കാണാനായിട്ട് പറ്റും. അതായത് റണ്ണിങ് ലോക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കാണ് നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അതായത് 17 എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ പറ്റും. 17 ഒരു IP അഡ്രസ്സ് പോലത്തെ ഒരു നമ്പർ കാണാൻ പറ്റും. ഓക്കെ, IP അഡ്രസ്സ് തന്നെ ആ ഒരു അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സ് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അതായത് ബ്രൗസറിൽ കൊണ്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം കിട്ടുന്നതായിരിക്കും. ദെൻ നമുക്കിത് നെറ്റിലാണ്ടും റൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ സൂൺ ആൻഡ് ടേക്ക് കെയർ.